ഹായ് ഹലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൺമക്കൾ പുര നിറഞ്ഞു നിൽക്കുന്നു. പണ്ടാണെങ്കിൽ പെൺമക്കളായിരുന്നു പുര നിറഞ്ഞു നിന്നത്. ഇപ്പം ആൺമക്കൾ കല്യാണപ്രായം കഴിഞ്ഞ് പുര നിറഞ്ഞ് അങ്ങനെ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. കാര്യം എന്താണെന്നറിയാൻ വയ്യ. പിന്നെ ഇപ്പം നല്ലോണം പഠിച്ച് ജോലി നേടി നല്ല വരുമാനമൊക്കെ ആയി കഴിഞ്ഞാലും ഒരു അറേഞ്ച്ഡ് മാരേജിന് പെണ്ണാലോചിച്ച് ചെല്ലുമ്പോൾ ശരിയാകത്തില്ല. അവർക്ക് യോജിക്കുന്ന കിട്ടുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം പെൺപിള്ളേർ കുറവാണ്. ഒരു 10-30 വർഷത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ചേർത്ത സമയത്ത് ഞാൻ 30 വർഷത്തിന് മുമ്പല്ല, ഞാൻ എൻ്റെ മകളെ സ്കൂളിൽ ചേർത്തത് ഒരു 20-21 വർഷത്തിന് മുമ്പാണ്. ആ സമയത്ത് പോലും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു കണക്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആൺകുട്ടികൾ കൂടുതലും പെൺകുട്ടികളന്ന് കുറവുമായിരുന്നു. ടീച്ചറൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഓരോ സ്കൂളിലും അങ്ങനെ, എല്ലാ സ്കൂളിലും എടുക്കുമ്പോഴും പെൺകുട്ടികൾ കുറവ് കാണിച്ചു. പക്ഷെ അമ്മ സീരിയസ് ആയിട്ട് ആരും എടുത്തില്ല. അന്ന് അതങ്ങ് കണ്ടു കളഞ്ഞു. പക്ഷേ അവർ വളർന്ന് വലുതായപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ തികയുന്നില്ല, കിട്ടുന്നില്ല. അതൊന്ന്. മറിച്ചൊന്ന് രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി. ഇപ്പം കുറവല്ലേ, ഓരോ വീട്ടിൽ ഒരു പെൺകുട്ടിയൊക്കെ അല്ലേ ഉള്ളൂ, പഴയ പോലെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരങ്ങ് പഠിച്ച് മിടുക്കരായി നല്ല വിദ്യാഭ്യാസം നേടി കഴിയുമ്പോൾ അവരവരുടെ പൊസിഷനിലുള്ളവരെ കല്യാണം കഴിക്കും. ഗവൺമെൻറ് ജോലി വേണം, നല്ല സൗന്ദര്യം വേണം, ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ചാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കതിന് പറ്റും. പഠിപ്പും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമല്ലോ, പഴയ കാലത്തെ പോലെ അല്ല. അപ്പം ആൺപിള്ളേർ പുറകോട്ടങ്ങ് തള്ളിപ്പോകുന്ന ഒരു കാലം. ഉഴപ്പി നടന്നവന്മാരൊക്കെ പഠിക്കിടത്ത് എത്താതെ ഉഴപ്പി നടന്നവന്മാർ എന്നും പഠിത്തം ഇല്ല, ക്വാളിഫിക്കേഷൻ കുറവാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. സൗന്ദര്യം കുറവാണെന്നും പറഞ്ഞും സ്റ്റൈല് കുറവാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. എൻ്റെ പരിചയത്തിലൊരു ചേച്ചിയാണെങ്കിൽ അവരുടെ മകന് വേണ്ടി ഒരു പെൺകുച്ചുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പുള്ളിക്കാരന് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് തന്നെ 33 വയസ്സുണ്ട്, ACBയിൽ ജോലിയുണ്ട്, നല്ല ചുറ്റുപാടാണ്, കാറുണ്ട്, ബൈക്കുണ്ട്, വീടുണ്ട്, നല്ല വീടുണ്ട്, വേറെ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ പലയിടത്തും പെൺപിള്ളേർക്ക് വേണ്ട. പെൺപിള്ളേർക്ക് എന്തുകൊണ്ടോ അവർ വിചാരിക്കുന്ന രീതിയിൽ ഇഷ്ടം പോലെ പെൺപിള്ളേരില്ലല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരനൊന്നും ഇതുവരെയും ഒത്തു വന്നിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് കണ്ടപ്പോഴും അവർ സങ്കടം പറഞ്ഞു ഇതുവരെയും ഒരു കല്യാണം ഒത്തില്ല എന്ന്. അതുകൂടാതെ എൻ്റെ വീട് പണി നടന്ന സമയത്ത് ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കും വെൽഡിങ്ങിൻ്റെ പണിക്കും എല്ലാം ഇവിടെ പയ്യന്മാരുണ്ടായിരുന്നു, ഹിന്ദിക്കാരന്മാരുടെ ഒപ്പം വേറെ പയ്യന്മാരും നമ്മുടെ നാട്ടിലെ പയ്യന്മാരും ഉണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി പ്രായം ചെന്ന പയ്യന്മാരായിരുന്നു. ഞാനോർത്ത് അതൊക്കെ കല്യാണം കഴിഞ്ഞ് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതായിരിക്കുമെന്ന് വിചാരിച്ച്. അവർ ഉച്ചഭക്ഷണം കഴിക്കാതിരുന്ന സമയത്തുള്ള അവരുടെ സംസാരം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരൊറ്റ എണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞതല്ല, എല്ലാവരും സിംഗിളാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു, പെൺമക്കളായിരുന്നു വീട്ടിൽ പുര നിറഞ്ഞു നിന്നത്. അന്ന് കല്യാണം കഴിക്കാൻ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരന്മാർക്കൊന്നും വേണ്ട, ഭയങ്കര പുച്ഛമായിരുന്നു പാവപ്പെട്ട വീട്ടിലെ പെൺപിള്ളേരെ. പെണ്ണ് കാണാൻ വരും, പെണ്ണ് കൊള്ളാം, ഭംഗിയൊക്കെ ഉണ്ട്, സ്വർണത്തിൻ്റെ കണക്ക് നോക്കും, തികയുന്നില്ല, പണം തികയുന്നില്ല, ഇത്ര പുരയിടേ ഉള്ളൂ, ഇത്ര പണം കെട്ടുക്കും, പൈസയും പുരയിടവും സ്വർണവും ഇത്രയും വേണം, പുരയിടം വേണം കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പുരയിടം വേണം, അങ്ങോട്ട് കോട്ടയം ഭാഗത്തോടൊന്നും പുരയിടം വേണ്ട, ഇവിടെ പുരയിടം വേണം. പുരയിടം നോക്കിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, ഇത്ര ഇവിടെ കൊടുക്കണം എന്നാലേ കാര്യം നടക്കൂ എന്നുള്ളൊരവസ്ഥയിലാവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ കച്ചവടം നടക്കത്തില്ല, അത് ഇടിയിലാവത്തില്ല. അങ്ങനെ ഒരുപാട് പെൺപിള്ളേരുടെ ശാപം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുരം നിറഞ്ഞു നിൽക്കുന്ന പയ്യന്മാരുടെ അപ്പന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ പെൺകുട്ടികളുടെയും കൂടെ ശാപമായിരിക്കാം ഇന്നിപ്പം ഈ പയ്യന്മാരിങ്ങനെ പുരം നിറഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വന്നത്. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമല്ലോ, ഒന്നിനും കണക്ക് ചോദിക്കാതെ വിട്ടുപോകത്തില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല കാണാൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള പെൺപിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എങ്ങും ഒരു ലെവലിൽ എത്താതെ വാളികളും കൊണ്ടുപോകും, വലയിലാക്കി കൊണ്ടുപോകും. ചിലതൊക്കെ നല്ലോണം ജീവിക്കും, ഉള്ളത് വെച്ചൊപ്പിച്ചൊക്കെ അങ്ങ് ജീവിക്കും. പെൺകുട്ടികൾ അതിന് നിർബന്ധിതരാകും. ചിലതിനെയൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളിൽ. അതൊക്കെ ഏറ്റവും ഒടുവിൽ കേട്ടതാണ് ഇപ്പോൾ മേഘയോ അങ്ങനെ ഏതാണ്ടായിരുന്നു, എയർപോർട്ട് ജോലിയുള്ള കുട്ടി, അതുപോലെയുള്ള അവസ്ഥയിലോട്ട് പോകുമ്പോൾ നല്ല പെൺകുട്ടികളൊന്നും നല്ല ഫാമിലി ചെന്ന് എത്തിപ്പെടുന്നില്ല, നല്ല കുടുംബത്തിലെത്തുന്നില്ല. അതും ഒരു കാര്യമാണ്. ഇനി ന്യൂജൻ തലമുറയെങ്കിലും വരുമ്പോൾ ഇപ്പോഴത്തെ 10 വയസ്സും 18 വയസ്സും 12 വയസ്സൊക്കെ ഉള്ളവർ വളർന്നു വരുമ്പോഴെങ്കിലും ലെവലായാൽ മതിയായിരുന്നു. ഏതായാലും ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മനസ്സ് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.